ഫ്രണ്ട്സ്, വെൽക്കം ടു സൈനൂസ് കിച്ചൺ. ഇന്ന് നമുക്ക് കൊഞ്ച് റോസ്റ്റ് തയ്യാറാക്കാം. അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇടുക. കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർക്കുക. ഇനി ചെറിയ ഉള്ളി ചതച്ചിടണം. ചതച്ചിടുന്നതാണ് നല്ല ടേസ്റ്റ്. ഇത് അല്പം ഒന്ന് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇടാം. അത് ഓരോരുത്തരുടെ എരിയുടെ ആവശ്യകത അനുസരിച്ച് ഇടാവുന്നതാണ്. ഞാനിവിടെ 2 ചെറിയ പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു വലിയ 3 സവാള അരിഞ്ഞതാണ്. ഇനി തക്കാളി കൂടി ചേർത്ത് നല്ലതുപോലെ വഴന്നെടുക്കണം. ഉള്ളിയും സവാളയും എല്ലാം നന്നായിട്ട് വഴരണം. ഇനി പൊടികൾ ഓരോന്നായി ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, ഉലുവ, അല്പം ഉലുവാപ്പൊടി, പിന്നെ അല്പം കുരുമുളക് പൊടി എന്നിവ ചേർക്കുക. ഇതെല്ലാ പൊടികളും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ആ കറി പൗഡറിൻ്റെ പച്ച ചുവയൊക്കെ മാറി മസാലയും എല്ലാം നന്നായിട്ട് ഈ ഉള്ളിയിലും സവാളയിലും പിടിക്കണം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച കൊഞ്ചിട്ട് കൊടുക്കാം. കൊഞ്ച് ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം എന്നിവ ചേർത്ത് വേവിക്കാം. ഇനി പാത്രം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റോളം എടുക്കും ഇത് റെഡിയായി വരാൻ. ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സർവ്വസുഗന്ധിയുടെ ഇല കൂടി ഇടുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു പ്രത്യേക മണം ലഭിക്കും. ഇപ്പോൾ ഗ്രേവിയൊക്കെ കൊഞ്ച് നന്നായിട്ട് പിടിച്ച് നല്ല വെന്ത് നല്ല ഒരു പരുവത്തിനായി വന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. If you like this recipe, please subscribe my channel.